എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Steadfastness, capacity to love, surrender, positive outlook, relaxation and drive. പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പൊതുവെ ഒന്ന് നടുവ് നിവർത്താൻ പറ്റുന്ന സമയം എന്ന് പറയാം. അടുത്തിടയ്ക്ക് ഒത്തിരി തിരക്കുകളും കാര്യങ്ങളും ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളൊക്കെ തലയിലേറ്റി വെച്ച് നടക്കുന്ന ഒരു സമയമാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ലായ്മ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം, ഒരു സ്വസ്ഥമായിട്ടുള്ള കുറച്ച് നേരത്തെയിൽ നിന്ന് ഒരു സ്വസ്ഥത ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ അങ്ങോട്ടേക്ക് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ചില ആളുകൾ ഒരു കാര്യം തീരുമാനിച്ചു, അതുമായിട്ട് മുന്നോട്ടേക്ക് പോയി ചെറിയ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇതല്ല ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ചോയ്സ് തെറ്റായി പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, മറ്റേത് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റേ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു രീതിയിൽ മുന്നോട്ടേക്ക് പോകാമായിരുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മൾ ഏതൊന്ന് തിരഞ്ഞെടുത്താലും സ്മൂത്ത് ആയിട്ട് പോകണമെന്നില്ല. എന്ത് തിരഞ്ഞെടുത്താലും മുന്നിൽ ചാലഞ്ചസ് വരുന്നുണ്ടാവാം. മുന്നിൽ തടസ്സങ്ങളോ ചാലഞ്ചസോ വരുന്നു എന്നത് കൊണ്ടിട്ട് നമ്മുടെ തീരുമാനം തെറ്റാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം. നമ്മൾ പുറകോട്ടേക്കും മുമ്പോട്ടേക്കും ചാടിക്കൊണ്ടിരിക്കും. ചില ആളുകൾ തീരുമാനം തെറ്റാണ് എന്ന് വിചാരിച്ച് ഒരു ഏത് കാര്യത്തിലാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് അതവിടെ നിർത്തിയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പഴയ കാര്യം, അതായത് മറ്റേ കാര്യത്തിലേക്ക്, ഇപ്പോൾ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു കോഴ്സ് ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് അത് നിർത്തി മറ്റു കോഴ്സ് എടുക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ആദ്യമേ തന്നെ ചെറിയൊരു തടസ്സം വരുമ്പോൾ തന്നെ വിട്ടുകളയുക, ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കൂടി കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങുന്നുണ്ട്. ഏതെടുത്താലും എങ്ങനെ മുന്നോട്ടേക്ക് പോലും ജീവിതം ഒരിക്കലും എളുപ്പമല്ല ആർക്കും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം കമ്പയർ ചെയ്യുന്നത്. മറ്റൊരാളുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് സുഖമാണ്, അവരെല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു, നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള തടസ്സങ്ങളും ചാലഞ്ചസും ഉണ്ടാവാം. അത് നിങ്ങൾ അറിയണമെന്നില്ല. അപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ കാര്യത്തിലായിരിക്കും. ചില ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോസിന്റെ താഴെയൊക്കെ കമന്റ് ഇടുന്ന കാണാം. ആരെങ്കിലും അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഭംഗിയെക്കുറിച്ചിട്ടോ പ്രായത്തെ വെല്ലുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ അത് പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്തു ആവാം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ടിപ്പിക്കലായിട്ട് നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. പൈസ ഉള്ളത് കൊണ്ട് മാത്രം സന്തോഷം ഉണ്ടാകും. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്, പൈസ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പൈസ ഉള്ളത് കൊണ്ട് സന്തോഷം ഉണ്ടാകുന്നില്ല. കാരണം സന്തോഷം നിങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. എന്ത് ലഭിച്ചാലും തൃപ്തിയാവാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാത്തത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്ന ഒരു സമയം കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയാവാം, വിവാഹം നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ അടുത്ത ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടാകുന്നു. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദം കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ളവർക്ക് ഒരു നല്ല സുഹൃത്തിനെ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം അടുത്തിടയ്ക്ക് കഴിഞ്ഞതായിരിക്കാം. ആ ഒരു ജീവിത പങ്കാളി, ആ വ്യക്തിയുടെ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കാം. അവരിലൂടെ നിങ്ങൾ ലോകത്തെ നോക്കി കാണാൻ തുടങ്ങുമ്പോൾ എന്തിനും പരാതി പറയുന്നതിലൂടെ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പോൾ സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതാണ് ജീവിതത്തിൽ വലിയൊരു കാര്യം. അതിലൂടെ ജീവിതത്തിൽ ബാക്കിയുള്ളതൊക്കെ പിടിച്ചെടുക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, വിട്ടുകളയാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്താൽ പെട്ടെന്ന് വിട്ടുകളയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുന്നു എന്ന് പറഞ്ഞു.
പെട്ടെന്ന് വിട്ടുകളയുന്നില്ല. കാര്യങ്ങൾ അവസാനം കണ്ടിട്ട് അല്ലെങ്കിൽ വിജയിച്ചിട്ട് ആണ് നിങ്ങൾ മുന്നോട്ടേക്ക് വിജയത്തിലൂടെയാണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സഫലമാക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ കുറച്ച് കൺഫ്യൂഷനാണ്. കാരണം എവിടെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടത്, എവിടെയാണ് നമ്മൾ നിർത്തേണ്ടത്. ഇപ്പൊ ചില സിറ്റുവേഷൻ നമ്മൾ സറണ്ടർ ചെയ്യാ പറയും, അതായത് ഇത് ഇനി മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതിൽ ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങി എന്താണ് വേണ്ടതെന്ന് മുന്നോട്ടേക്ക് ഇനി എന്ത് തീരുമാനിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യവും ഇവിടെയുണ്ട്. അപ്പോൾ ഏത് കാര്യങ്ങളൊക്കെയാണോ വിട്ടുകളയാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്, ഏത് കാര്യങ്ങളൊക്കെയാണോ ആ പ്രപഞ്ചശക്തിയിൽ ഏൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. ചില ആളുകൾ ഇത് ഏതെങ്കിലും ഒരു ജ്യോതിഷം അല്ലെങ്കിൽ ടാരറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം, നിങ്ങളുടെ നിയോഗം, ഇതൊക്കെ മനസ്സിലാക്കുന്ന സമയം പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുന്ന സമയമാണ്. ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടാതിരിക്കുക. തീരുമാനം എടുക്കുകയാണ് എങ്കിൽ തീരുമാനം എടുത്ത് പൂർണ്ണമായിട്ടും അതായത് സംതൃപ്തിയോടുകൂടി 100% ഉറപ്പിച്ചിട്ടൊരു തീരുമാനത്തിലേക്ക് കടക്കുക. അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് ഇത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് തീരുമാനം അടിക്കടി മാറ്റാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ജോലിയിൽ നേരിയ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ജീവിതത്തില് നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ഒരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ എവിടേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവാം. അപ്പോൾ ആ ജീവിതത്തിൽ നിങ്ങൾ എങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നു, എവിടേക്കാണ് നിങ്ങളെ പ്രശ്നങ്ങൾ മുന്നോട്ടേക്ക്, ഏത് വഴി, അതായത് നമ്മൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളുടെ ആ ഒരു കഴിവ് നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ബോൾഡ്നെസ്, അതായത് പ്രശ്നത്തെ അതിജീവിക്കാനുള്ള നമ്മളുടെ കഴിവ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കഴിവിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ജോലിയിൽ വിട്ടുകളയാതിരിക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ പൊതുവേ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ചില ആളുകൾ ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ജോലി സംബന്ധമായിട്ടുള്ള തീരുമാനം, ഒന്നുകിൽ ജോലി വിട്ടിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾക്ക് അനിവാര്യമാണെന്ന് മനസ്സിലാക്കി, അതായത് അതൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ആ ജോലിയിൽ നിൽക്കുകയും 1-2 വർഷം ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് 1-2 വർഷം അതിൽ നിന്നിട്ട് അതൊന്ന് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ടാണ് കാണിക്കുക. അതിൽ ഏത്, എങ്ങനെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തീരുമാനം എടുക്കുകയാണ്. റിട്ടയർമെന്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന, റിട്ടയർമെന്റ് ഫേസിൽ നിൽക്കുന്നവർ പല കാര്യങ്ങളിലും ജീവിതത്തിലും റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റിലേക്ക് എത്തുന്ന സമയത്ത് പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ മുന്നോട്ടേക്ക് നിങ്ങൾ ജോലി, അതായത് ഒഫീഷ്യലി നിങ്ങൾ റിട്ടയർ ആവുന്നുണ്ടെങ്കിലും നിങ്ങൾ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓൾറെഡി നിങ്ങൾ തുടങ്ങി വെക്കുന്നുണ്ട് റിട്ടയർ ആവുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ റിട്ടയർ ആയാലും അതിലൂടെ ഒരു വെറുതെ ഇരിക്കാതിരിക്കുക, ഒരു വരുമാന മാർഗം എന്നതിനേക്കാൾ കൂടുതൽ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉദ്യമത്തിലേക്ക് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തത് ഓവറായിട്ട് പണിയെടുക്കുന്ന, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ വർക്ക് ഹോളിക് ആണ്, അങ്ങനെയുള്ളവരും ഈ ഒരു മാസത്തിൽ കുറച്ച് വർക്ക് കുറവായിരിക്കും. അപ്പോൾ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുന്ന സമയം, ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, ഗുഡ് ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കമ്പനി വക, നിങ്ങൾക്ക് കമ്പനി വക വീടോ കാറോ വാഹനങ്ങളോ വീടോ ഒക്കെ കമ്പനി വക കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, അക്കോമഡേഷൻ കൊടുക്കുന്നതായിട്ട്. വിദേശത്തേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്പനിയിൽ നിന്നിട്ട് നിങ്ങളുടെ വിസ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കമ്പനിയായിട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങളെ സഹായിക്കാൻ, മുമ്പിലേക്ക്
നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.